മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ മലപ്പുറം വണ്ടൂരിൽ UDF സ്ഥാനാർത്ഥിയായ KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ഡോക്ടർ ശശി തരൂർ MPക്ക് നേരെ കയ്യേറ്റ ശ്രമം. ശശി തരൂരിന്റെ ഗൺമാന് പരിക്കേറ്റു. വിളിക്കല്ലേ ഒരു റോഡ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. മുഴുവൻ UDF മൂവ്മെന്റിന്റെ ഒരു റോഡ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. മുഴുവൻ UDF മൂവ്മെന്റിന്റെ പ്രവർത്തകരും ആ റോഡ് ഷോയിൽ ചാറ്റുവിത്ത് തരൂർ പരിപാടിക്ക് എത്തിയതായിരുന്നു അദ്ദേഹം. കാറിലെത്തിയ സംഘമാണ് ആക്രമിച്ചത്. 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 3 പേർ കസ്റ്റഡിയിലായതായും വിവരമുണ്ട്. ശശി തരൂരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ആക്രമിച്ചതെന്നാണ് AP അനിൽകുമാർ ന്യൂസ് 18നോട് പറഞ്ഞത്. ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെന്നും വണ്ടൂരിലെ UDF സ്ഥാനാർത്ഥിയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ അനിൽകുമാർ വ്യക്തമാക്കി. നടു റോഡിൽ വെച്ച് എന്തുമാകാമെന്ന സ്ഥിതിയിലേക്ക് കേരളം പോകുന്നുവെന്ന നിലയിലാണെന്നും അനിൽകുമാർ പ്രതികരിച്ചു. സ്വാഭാവികമായി ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവ് അദ്ദേഹം കോൺഗ്രസോ അല്ലെങ്കിൽ UDFന്റെ മാത്രമല്ല മറ്റ് എല്ലാ മേഖലയിലും അംഗീകരിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ കാരണത്തിരിക്കുന്നു, അത് ഇവര് കാണുന്നു, അവരത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നു. എന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് യഥാർത്ഥത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള ആരെങ്കിലും ആയിരിക്കണം എന്ന് തന്നെ തോന്നുന്നു. അല്ലെങ്കിൽ ബോധപൂർവ്വം പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലും താല്പര്യം വെച്ചുകൊണ്ടായിരിക്കണം, എന്തെങ്കിലും ഇന്റൻഷൻ അതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതല്ലെങ്കിൽ നോർമലി നമുക്കറിയാം, നമ്മൾ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിൽ പോലും വാഹനത്തിൽ നേതാക്കൾ വന്നു കഴിഞ്ഞാൽ പോവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു കൾച്ചറാണ് പൊതുവെ കേരളത്തിലുള്ളത്. അതല്ല നേതാക്കൾ വരുമ്പോൾ നമ്മുടെ പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ നോക്കിയിട്ട് അവരെ തടഞ്ഞിടുന്ന കൾച്ചറും നമുക്കില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നട റോഡിലൂടെ യാത്ര ചെയ്യുന്ന സാധാരണക്കാർക്കായാലും നേതാക്കൾക്കായാലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു കീഴ്വഴക്കമായി മാറുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ശക്തമായ നടപടി, ആരാണ് എന്താണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ എന്ന് നോക്കാതെ അതിലെ പ്രതികൾ ആരാണ് അവരെതിരെ ശക്തമായ നടപടി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയുന്നത് ഞാൻ അതിന് ശേഷം എന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം വണ്ടൂരിലേക്ക് വരുന്ന വഴിയാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രോഗ്രാം കഴിഞ്ഞ് പോയ ഉടനെ ഞാൻ പോലീസ്